കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും ജനകീയരായ കോൺഗ്രസ് നേതാക്കളാണ് കെ കരുണാകരനും ഉമ്മൻചാണ്ടി. ഇരുവരുടെയും രാഷ്ട്രീയ ശൈലി തീർത്തും വിഭിന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ കരുണാകരനെ പോലൊരു ഉമ്മൻചാണ്ടിയെയോ ഉമ്മൻചാണ്ടിയെ പോലൊരു കരുണാകരനെയോ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ രണ്ടു നേതാക്കളുടെയും നേതൃഗുണങ്ങൾ ഒരുപോലെ സമന്വയിച്ച യുവ നേതാവാണ് ഷാഫി പറമ്പിൽ. 2011 KSU സംസ്ഥാന അധ്യക്ഷനായിരിക്കെയാണ് ആദ്യമായി പാലക്കാട് നിന്നും വിജയിച്ച് ഇയാൾ നിയമസഭയിലെത്തും. തീർച്ചയായും 2011 രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസ്ഥാനത്തെമ്പാടും UDFന് അനുകൂലമായിരുന്നു. എന്നാൽ 2016 2021 തുടർ വിജയങ്ങൾ ഷാഫി നേടിയെടുത്തത് ആധികാരികമായ തുടർ വിജയങ്ങൾ, വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുള്ള വിജയങ്ങൾ ഷാഫി നേടിയെടുത്തത് അയാളുടെ ജനകീയ പ്രവർത്തനങ്ങളുടെ മേന്മ കൊണ്ടാണ്. അപ്രതീക്ഷിതമായി 2024 വടകര പാർലമെന്റിലേക്ക് ഷാഫിയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിയോഗിച്ചപ്പോൾ നാം കണ്ടത് വൈകാരികമായ കാഴ്ചകളായിരുന്നു. ഒരു വശത്ത് കെട്ടിപ്പിടിച്ചും പൊട്ടിക്കരഞ്ഞും ഷാഫിയെ യാത്രയയക്കുന്ന പാലക്കാട്ടെ വോട്ടർമാരായിരുന്നുവെങ്കിൽ മറുവശത്ത് ഇയാളുടെ വരവും കാത്ത് ഇയാളെ സ്വീകരിക്കാനായി വടകരയിൽ അണിനിരന്ന 10,000-കണക്കിന് UDF അണികളായിരുന്നു. യുവാക്കൾക്കിടയിലും ഷാഫിക്ക് വലിയ സ്വാധീനമുണ്ട്. പാലക്കാട് ആദ്യമായി ജയിച്ച ഷാഫിയിൽ നിന്ന് വടകരയിലേക്കെത്തുന്ന ഷാഫിയിലേക്കുള്ള ദൂരം സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും ക്രൗഡ് പുള്ളറാക്കി ഇയാളെ വളർത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ മതേതര പ്രതിച്ഛായയുടെ തിളക്കമാണ്. ഷാഫിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുവാൻ കാഫിർ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച CPMന് ഏറ്റ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് ഷാഫിയുടെ മതേതര പ്രതിച്ഛായയുടെ തിളക്കം നമുക്കേവർക്കും വ്യക്തമാകുന്നു. വടകരയിൽ CPMന്റെ ഏറ്റവും ജനകീയ മുഖമായ KK ശൈലജയെ 1,00,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി പരാജയപ്പെടുത്തിയപ്പോൾ തുടർച്ചയായി ജയിക്കാൻ കഴിവുള്ള നേതാവായി ഇയാൾ മാറുകയായി. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അല്പം കൂടി വ്യത്യസ്തമാകുകയാണ്. തന്റെ വിശ്വസ്തനായ അനുയായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി വാശി പിടിച്ച് ടിക്കറ്റ് വാങ്ങിയെടുക്കുകയും ഇദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് പ്രചരണം നയിക്കുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാലക്കാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ വിജയിച്ചത്. ഇതോടുകൂടി തുടർച്ചയായി ജയിക്കാൻ കഴിവുള്ള നേതാവ് എന്നതിലുപരിയായി ജയിക്കാനും ജയിപ്പിക്കാനും കഴിവുള്ള നേതാവായി ഷാഫി പറമ്പിൽ വളർന്നു വന്നു. ഷാഫിക്ക് മാത്രമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ A ഗ്രൂപ്പ് ദുർബലമായെങ്കിലും അവശേഷിക്കുന്ന A ഗ്രൂപ്പിലെ കോൺഗ്രസിന്റെ കേഡർ സംവിധാനത്തിലെ ശക്തനായ നേതാവാണ് ഷാഫി പറമ്പിൽ. അതേസമയം തന്നെ A ഗ്രൂപ്പിൽ നിന്നും ഇതര വിഭാഗങ്ങളിൽ നിന്നുമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് പാർട്ടിക്കുള്ളിൽ പിടിമുറക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി കൂടിയാണ് ഷാഫി. ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ രണ്ട് ശാക്തിക ചേരികളിൽ ഒരുപോലെ പ്രസക്തനായിരിക്കുവാൻ ഉള്ള കഴിവ് ഷാഫിയെ കോൺഗ്രസിൽ വളരെയധികം ശക്തനാക്കും. മറ്റൊരു സവിശേഷത, കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് ഒരുപാട് MP-മാർ ലോക്സഭയിലുണ്ട്. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്രയും പ്രസക്തനായ മറ്റൊരു കോൺഗ്രസ് MP ഇന്ന് കേരളത്തിലില്ല എന്നതുകൂടി നാം ഇവിടെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ വരാനിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നാളുകൾ, വളർച്ച, ഇതെല്ലാം ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ കൂടി ചുറ്റിപ്പറ്റിയായിരിക്കും. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.